വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടുമായി ഇപ്രകാരം പറഞ്ഞു: വേദജ്ഞരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാണ്. അതുകൊണ്ട് അവർ നിങ്ങളോട് പറയുന്നതെല്ലാം സസൂക്ഷ്മം അനുവർത്തിക്കണം. എന്നാൽ അവരുടെ ജീവിതശൈലി മാതൃക ആക്കരുത്. കാരണം അവർ ഉപദേശിക്കുന്നതല്ല, അവർ പ്രവർത്തിക്കുന്നത്. അവർ ഭാരമുള്ളത് ചുമക്കാൻ വളരെ പ്രയാസമുള്ളതുമായ ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. എന്നാൽ ഒരു വിരൽ കൊണ്ടുപോലും സ്പർശിച്ച് ആ ഭാരം ലഘൂകരിക്കുന്നതിനുള്ള സന്മനസ് അവർക്കില്ല. മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് അവർ എല്ലാം ചെയ്യുന്നത്. അവർ അവരുടെ വേദപ്പട്ടകൾക്ക് വീതിയും പുറം കുപ്പായത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ ആദരണീയർക്കായി വേർതിരിച്ചിരിക്കുന്ന ഇരിപ്പിടവും പള്ളികളിൽ പ്രധാന ഇരിപ്പിടങ്ങളും അവർ ആഗ്രഹിക്കുന്നു. ജനം ചന്തസ്ഥലങ്ങളിൽ അവരെ അഭിവാദ്യം ചെയ്യുന്നതും റബ്ബി എന്ന് വിളിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നു. ആരും നിങ്ങളെ റബ്ബി എന്ന് വിളിക്കാൻ അനുവദിക്കരുത്. ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഗുരു. നിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരന്മാർ മാത്രം. ഭൂമിയിൽ ആരെയും ബഹുമാനാർത്ഥം പിതാവ് എന്ന് അഭിസംബോധന ചെയ്യരുത്. സ്വർഗസ്ഥനായ പിതാവെന്ന ഒരേ ഒരു പിതാവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളിൽ ആരും ഗുരു എന്ന് വിളിക്കപ്പെടരുത്. ക്രിസ്തു മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക ഗുരു. നിങ്ങളിൽ ഉന്നത സ്ഥാനികൾ നിങ്ങളുടെ സേവകർ ആയിരിക്കണം. കാരണം സ്വയം ഉയർത്തുന്ന ആൾ അപമാനിതനാകും, സ്വയം താഴ്ത്തുന്നയാൾ ബഹുമാനിതനും. കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ മനുഷ്യർക്ക് നേരെ കൊട്ടിയടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. നിങ്ങൾ വിധവകളെ ചൂഷണം ചെയ്ത് അവരുടെ വീടുകൾ കവർന്നെടുക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടതിന് ദീർഘമായി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിലും അതിഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. ഒരാളെ മതപരിവർത്തനം ചെയ്യാൻ നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു. ആ വ്യക്തി നിങ്ങളോടൊപ്പം ചേർന്നാലോ? നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നരക ശിക്ഷയുടെ ഇരട്ടിക്ക് അവരെ അർഹരാക്കുന്നു. അന്ധന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് മഹാകഷ്ടം. ഒരാൾ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ സാരമില്ല എന്നും ദേവാലയത്തിലെ സ്വർണത്തെക്കൊണ്ട് ആണയിട്ടാൽ അയാൾ തൻ്റെ ശപഥം നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും നിങ്ങൾ പറയുന്നു. അന്ധന്മാരെ, ഭോഷന്മാരെ, ഏതാണ് ശ്രേഷ്ഠം? സ്വർണമോ, സ്വർണത്തെ പവിത്രമാക്കുന്ന ദൈവാലയമോ? ആരെങ്കിലും യാഗപീഠത്തെക്കൊണ്ട് ആണയിട്ടാൽ സാരമില്ല എന്നും അതിന്മേലുള്ള വഴിപാടിനെക്കൊണ്ട് ആണയിട്ടാൽ അയാളത് നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും നിങ്ങൾ പറയുന്നു. ഹേ അന്ധന്മാരെ, ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? വഴിപാടോ, വഴിപാടിനെ പവിത്രമാക്കുന്ന യാഗപീഠമോ? അതിനാൽ യാഗപീഠത്തെക്കൊണ്ട് ആണയിടുന്ന വ്യക്തി യാഗപീഠത്തെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി ആണയിടുന്നു. ദൈവാലയത്തെക്കൊണ്ട് ആണയിടുമ്പോൾ ദൈവാലയത്തെയും അതിൽ നിവസിക്കുന്ന ദൈവത്തെയും ചൊല്ലി ആണയിടുന്നു. സ്വർഗത്തെക്കൊണ്ട് ആണയിടുമ്പോൾ ദൈവസിംഹാസനത്തെയും അതിന്മേൽ
ഉപേക്ഷനായിരിക്കുന്ന ദൈവത്തെയും കൊണ്ട് ആണയിടുന്നു. കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. പുതിന, അയമോദകം, ജീരകം എന്നിവയിൽ നിന്നും ജനിക്കുന്ന നിസ്സാരമായ വരുമാനത്തിൽ നിന്ന് പോലും നിങ്ങൾ ദശാംശം നൽകുന്നു. എന്നാൽ ന്യായപ്രമാണത്തിലെ പ്രാധാന്യമേറിയ കാര്യങ്ങളായ നീതി, കരുണ, വിശ്വസ്തത എന്നിങ്ങനെയുള്ളവയോ നിങ്ങൾ അവഗണിച്ചിരിക്കുന്നു. പ്രാധാന്യമേറിയവ പാലിക്കുകയും പ്രാധാന്യം കുറഞ്ഞവ അവഗണിക്കാതിരിക്കുകയുമാണ് വേണ്ടിയിരുന്നത്. അന്ധന്മാരായ വഴികാട്ടികളെ, കീടത്തെ അരിച്ചു കളയുന്ന നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുന്നു. കപടഭക്തന്മാരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും തളികളുടെയും പുറം വൃത്തിയാക്കുന്നു, എന്നാൽ അകമോ അത്യാർത്തിയും സ്വാർത്ഥതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ പരീശ, ആദ്യം പാനപാത്രത്തിൻ്റെയും തളികയുടെയും അകത്തുള്ളത് ശുദ്ധമെന്ന് ഉറപ്പുവരുത്തുക, അപ്പോൾ പുറവും ശുദ്ധമായി തീരും. കപടഭക്തന്മാരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. നിങ്ങൾ വെള്ളപൂശി അലങ്കരിച്ച ശവ കല്ലറകൾ പോലെയാണ്. പുറമേ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതെങ്കിലും അകമേ അവ മരിച്ചവരുടെ അസ്ഥികളാലും സകലവിധ മാന്യങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും ജനമധ്യേ നീതിനിഷ്ഠരായി കാണപ്പെടുന്നു, പക്ഷേ ഉള്ളിലോ കപടഭക്തിയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തരായ വേദജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് മഹാകഷ്ടം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവക്കല്ലറുകൾ പണിയുകയും നീതിനിഷ്ഠരുടെ ശവകുടീരങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതൃക്കളുടെ കാലത്തായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തം ചൊരിയുന്നതിൽ ഞങ്ങൾ പങ്കുകാർ ആകില്ലായിരുന്നു എന്നും നിങ്ങൾ പറയുന്നു. ഇങ്ങനെ പ്രവാചകന്മാരെ കൊന്നവരുടെ പിന്മുറക്കാർ ആണ് നിങ്ങൾ എന്ന് നിങ്ങൾ നിങ്ങൾക്കെതിരായി സാക്ഷ്യം പറയുന്നു. നിങ്ങളുടെ പിതൃക്കൾ ആരംഭിച്ചത് നിങ്ങൾ തന്നെ പൂർത്തീകരിക്കുക. സർപ്പങ്ങളെ, അണലിക്കുഞ്ഞുങ്ങളെ, നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും വേദജ്ഞരെയും ഞാൻ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊല്ലുകയും മറ്റു ചിലരെ നിങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണം തോറും വേട്ടയാടുകയും ചെയ്യും. അങ്ങനെ നീതിനിഷ്ഠനായ യാഹോബലിൻ്റെ രക്തം മുതൽ ദൈവാലയത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് ബൈരാവിൻ്റെ മകൻ സൈര്യാവിനെ കൊന്ന് നിങ്ങൾ ചിന്തിയ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞിട്ടുള്ള സകല നീതിഷ്ഠയുടെയും രക്തത്തിൻ്റെയും ഉത്തരവാദികൾ നിങ്ങൾ ആയിരിക്കും. ഇവയെല്ലാം ഈ തലമുറ മുതൽ നിശ്ചയമായും വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജെറുസലേമേ, ജെറുസലേമേ, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട സന്ദേശവാഹകരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തണയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തണയ്ക്കാൻ എത്ര തവണ ഞാൻ ആഗ്രഹിച്ചു, നിങ്ങൾക്കോ ഇത് ഇഷ്ടമായില്ല. ഇതാ നിങ്ങളുടെ ഭവനം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ.